കയറ്റി കൊടുക്കേണ്ടി വരും പോവുകയാണെങ്കിൽ. ഹലോ അസ്സലാമു അലൈക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യില്ല എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും വെയിറ്റിങ്ങിലാണെന്ന് എനിക്കറിയാം. ഒരുപാട് കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണേ, അവിടെ നിന്ന് വീഡിയോ എടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ലോങ് വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഒരുപാട് എന്താ പറയുക, നല്ല നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടോ, ആ ഒരു പിക്ചറൈസിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒന്നും ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല, ഒക്കെ അതേപോലെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ, രാവിലത്തെ ടൈമിൽ ഇവിടെ നല്ല രസമാണ് കേട്ടോ. ഈ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല രസമാണ്, ഒരുപാട് കിളികളുടെ സൗണ്ടും. കാരണം എന്താ വെച്ചാൽ 4 ഭാഗം മരങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ഞാനൊരു 7 മണിയൊക്കെ ആയിട്ടാണ് നീച്ചിട്ടുണ്ടായിരുന്നത്. നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം കടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ സ്കൂളിൽ പോകാനും അതുപോലെ ഷോപ്പിൽ പോകാനൊന്നും ആരും നമുക്ക് ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് നേരം അങ്ങനെ കടന്നു കേട്ടോ. അപ്പോൾ അതാ ആ കാണുന്നൊരു മല കാണാണ്ട് നിങ്ങൾക്ക് ആ വീടിൻ്റെ ബാക്കിൽ, അതൊരു റബ്ബറും കാടാണ് കേട്ടോ. വലിയൊരു മല പോലെ തോന്നും. അവിടെ എപ്പോഴും ഇങ്ങനെ കോടമഞ്ഞ് പോലെ കേട്ടോ. അതിന് ചൂടാണെങ്കിലും ശരി മഴ ആണെങ്കിലും ശരി, അവിടേക്ക് നോക്കുമ്പോൾ ഒരു കോടമഞ്ഞ് നിൽക്കണ പോലെ കേട്ടോ ആ ഒരു ഭാഗത്തേക്ക്. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നാട്ടിൽ പോയതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ നാത്തുമാരും മക്കളും എല്ലാവരും വരും. അപ്പോൾ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനും ഒക്കത്തിന് നല്ല ബുദ്ധിമുട്ടും ഇതൊക്കെ ആയിരിക്കും. എല്ലാവരും ഉള്ളപ്പോൾ എടുക്കാനൊരു മടിയൊക്കെ അല്ലേ. അപ്പം എന്നാൽ ഫസ്റ്റത്തെ ദിവസം തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ വന്നതിൻ്റെ പിറ്റേ ദിവസമല്ലേ, തൊടി കൂടെ ഒക്കെ ഒന്ന് പോയി നോക്കി തേങ്ങ ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ 2 തേങ്ങ കിടക്കുന്നുണ്ടായിരുന്നു, അതങ്ങനെ എടുത്തിട്ട് വന്നു. പിന്നെ ഞാൻ എന്താ പറയുക, വറകും കാര്യങ്ങളൊക്കെ എടുക്കാൻ വെറുതെ ഒന്ന് ചുമ്മാ ഒന്നിങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. പോയി കഴിഞ്ഞാൽ ഞാൻ ഈ തൊടി കൂടെ ഒക്കെ ഒന്ന് എല്ലാവിടെ ഒന്ന് അരിച്ച് പെറുക്കി നോക്കും. ഇവിടെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ കാണാനൊക്കെ ഇവിടെ വരുമ്പോഴല്ലേ പറ്റുള്ളൂ. അവിടെ പോയി കഴിഞ്ഞാൽ ഈ വീടിനകത്ത് തന്നെയല്ലേ. അപ്പോൾ എവിടെയൊക്കെ ഒന്ന് നോക്കി, എന്താ മാങ്ങയൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. 4 മാവുണ്ട്. 4 മാവുമ്പിലും നിറയെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ചെറിയ ചെറിയ മാങ്ങകളാണ് കേട്ടോ. ഞാൻ ഷോർട്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നിറയെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ മാങ്ങ വേണ്ട. എൻ്റെ ഇളയച്ചനൊന്നും അങ്ങനെ മാങ്ങനോടും ചക്കനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് കേട്ടോ. ചക്കയാണെങ്കിൽ 2 പ്ലാവുമ്പോൾ നിറയെ ചക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ ഈ തൊടി കൂടെ ഒക്കെ നോക്കിയിട്ട് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്താണെന്നൊക്കെ നോക്കൂട്ടോ. അപ്പോൾ മക്കളൊന്നും നീച്ചിട്ടില്ല, എല്ലാവരും നല്ല ഉറക്കമാണ്. അപ്പോൾ എൻ്റെ ഇളയച്ചി അവിടെ അടുക്കളയിൽ പണിയെടുക്കുന്നുണ്ട്, ചായം കടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ മുറ്റത്ത് കൂടെ ഇറങ്ങിയത്, മുറ്റടിക്കാൻ നിന്നിട്ടില്ല. അതിന് മുന്നേ വെറുതെ ഒന്ന് ഇറങ്ങിയിട്ട് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഇപ്പം തലേ ദിവസം ഞാൻ അവിടെ എത്തിയപ്പോൾ ഉച്ച നേരം അയക്കണമല്ലോ. അപ്പോൾ അന്നൊന്നും ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് അപ്പോഴാണ് ഒന്ന് ഇറങ്ങിയിട്ട് എല്ലാവിടെയൊക്കെ ഒന്ന് നോക്കിയത് കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, നിറയെ ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇടിച്ചക്ക ഇങ്ങനെ പൊട്ടി മുളച്ച് ഇങ്ങനെ വരുന്നുള്ളൂ. നിറയെ ഇടിച്ചക്കയും മേലക്ക് ഇങ്ങനെ നിറയെ ചക്ക ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പം ചക്ക ഉണ്ടായി പഴുത്ത് മൂത്ത് കഴിഞ്ഞ് അവിടെ ഒരു മനുഷ്യൻ്റെ കുട്ടി തിന്നൂല, അവൾക്കും ഇഷ്ടമല്ല. കഴിക്കും, അങ്ങനെ ഇങ്ങോട്ട് വാരി വലിച്ച് കഴിക്കണ ആൾക്കാരൊന്നുമല്ല. കിട്ടിയ 1-2 കഷ്ണം കഴിക്കും എന്നല്ലാതെ ചക്കനോട് വലിയ താല്പര്യമില്ല കേട്ടോ. ഞങ്ങൾക്കാണ് ചക്കക്ക് ഭയങ്കര കൊതി കേട്ടോ. എനിക്കും മക്കൾക്കും ഇക്കാക്കും ചക്കയും മാങ്ങിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാ ഭയങ്കര എന്താ പറയുക, കിളികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ, നിറയെ കിളികളുണ്ടാവട്ടെ രാവിലത്തെ നേരം ഇവിടെ. നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ സൗണ്ടും കാര്യങ്ങളും ഒരു പ്രത്യേക ഒരു വൈബാണ് രാവിലത്തെ ഒരു ടൈം കേട്ടോ. അങ്ങനെ തൊടി കൂടെ ഉള്ള ഇൻവെസ്റ്റിഗേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനത് മുറ്റടിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരുപാട് മുറ്റുണ്ട്. ഇപ്പോഴാണെങ്കിൽ മരങ്ങളും കാര്യങ്ങളൊക്കെ വെട്ടിയ കാരണം തൊടി മൊത്തം മുറ്റെന്ന് പറഞ്ഞ പോലെയാണ് അവസ്ഥ. ഒരുപാട് മുറ്റടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാനേ മുറ്റടിക്കാറ്, അവളോട് അടിക്കണ്ടെന്ന് പറയും. അവളല്ലെങ്കിലോ എന്താ പറയുക, 325 ദിവസം മുറ്റടിച്ച് മലങ്ങിക്കണം. അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പറയും, ഞാൻ അടിച്ചോളാം, അടുക്കളയത്തെ നോക്കിക്കോ എന്ന് പറയും കേട്ടോ.
എനിക്കാണെങ്കിൽ മുറ്റടിക്കാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുറ്റടിക്കാൻ. ഇവിടെ നമുക്ക് അവിടെ എന്ന് പറഞ്ഞാൽ മുറ്റടിക്കാനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മുറ്റടിക്കാൻ ഭയങ്കര ഇഷ്ടം. ഒരു കാലത്ത് ഞാൻ ഈ മുറ്റടിക്കണ സമയത്ത് പ്രാഗിയിട്ടുണ്ട്. പ്രാഗെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രക്കും ദേഷ്യം വന്നിട്ട് പണികളെടുക്കലും അതുപോലെ മുറ്റടിക്കലും എല്ലാം കൂടി ഒന്നിച്ച് പറ്റായിട്ട് കേട്ടോ. ഇപ്പോൾ ആ സ്ഥാനത്ത് ഞാൻ മുറ്റടിക്കാൻ ഇങ്ങനെ എന്താ പറയുക ക്യൂ നിൽക്കുക എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. എനിക്ക് അത്രയും ഇഷ്ടം അപ്പോൾ മുറ്റടിക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ എത്ര വലിയ മുറ്റാണെങ്കിലും ഞാനത് കംപ്ലീറ്റ് അടിച്ചെടുക്കും. അങ്ങനെ മുറ്റടിക്കാൻ നിന്നിട്ടുണ്ട്. അവിടെ തൊടിയിൽ കണ്ടില്ല നിറയെ നായ്ക്കൾ, 2-3 നായ്ക്കളുണ്ട് കേട്ടോ. ആ നായ്ക്കൾ എപ്പോഴും ആ തൊടിയിൽ തന്നെയാണ്. ചെരുപ്പുകളും കാര്യങ്ങളും ഇങ്ങനെ കടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒന്നും കാട്ടൊന്നുമില്ല. ഐറ്റങ്ങൾ അവിടെ കടന്ന് ഇങ്ങനെ കടിച്ച് കെട്ടിമറിഞ്ഞ് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഫ്രണ്ട് ഭാഗം കണ്ടില്ലേ, ഇത്രയും ഞങ്ങൾക്ക് മുറ്റാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അപ്പുറത്തേക്കും മുറ്റുണ്ട്, സൈഡിലേക്ക് മുറ്റുണ്ട്, ബാക്കിലേക്ക് മുറ്റുണ്ട്, മൊത്തത്തിൽ മുറ്റേ ഉള്ളൂ. തൊടി മൊത്തം മുറ്റാണ് ഞങ്ങളുടെ. ഇതടിച്ച് കഴിയുമ്പോഴത്തേനും ഒരു 1.5 മണിക്കൂർ എങ്ങനെയാവും കേട്ടോ. പിന്നെ ഇപ്പോൾ ഫ്രണ്ടിൽ അങ്ങനെ കരടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒന്ന് മുറ്റടിച്ചിട്ടില്ലെങ്കിൽ ഒരു വൃത്തികേടല്ലേ. മരങ്ങളില്ല കേട്ടോ ഫ്രണ്ടിൽ, മൊട്ട മുറ്റാണ്. ഫ്രണ്ട് ഭാഗത്ത് മരങ്ങളില്ല, സൈഡിലും ബാക്കിലൊക്കെയാണ് മരങ്ങളുള്ളത് കേട്ടോ. അവിടേക്കാണ് നല്ല കച്ചറ ഉണ്ടാവുക. അങ്ങനെ പിന്നെ മുറ്റടിക്കലൊക്കെ ഏകദേശം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നേരെ വെള്ളം നിറക്കാനും കാര്യങ്ങൾക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം മുറ്റടിച്ച ബാക്കി കച്ചറയും കാര്യങ്ങളൊക്കെ ഞാൻ കത്തിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ എന്താ ചെയ്യാന്നറിയോ, നായ്ക്കൾ പിന്നെ അതൊക്കെ കടിച്ചുണ്ടാക്കിയിട്ട് അവിടെയും ഇവിടെയും കൊടുന്നിടും. നായ്ക്കളാണെങ്കിൽ എന്തെങ്കിലും കച്ചറ കിട്ടാൻ വേണ്ടി കാത്ത് കിട്ടുക അവർ, അപ്പോൾ വന്ന് കടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് അപ്പം തന്നെ കത്തിച്ച് വിടുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ നിൽക്കുന്ന ഭാഗത്തൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ നിറയെ മരങ്ങളായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ അമ്മായിയുടെ തൊടിയാണ്, നിറയെ മരങ്ങളാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നു, മാങ്ങയും ചക്കയൊക്കെ ആയിട്ട്. അപ്പോൾ അവർ സ്ഥലം ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ഇട്ടുകൊണ്ട് മൊത്തത്തിൽ JCB കൊണ്ട് നിരത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര വെയിലാണ് കേട്ടോ അടുക്കള ഭാഗത്ത് നിന്നാൽ. പിന്നെ പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ വെയിൽ ഭയങ്കര വെയിലല്ലേ, അടുക്കളയിലൊന്നും നിൽക്കൂല മക്കളെ. ഒരു 11 മണി കഴിഞ്ഞാൽ പൊരി വെയിലെന്ന് പറഞ്ഞാൽ പിന്നെ തോന്നുന്നു എനിക്ക് എന്താ വാർപ്പ് വീട്ടിലെ പിന്നെ സുഖം, ഓടിട്ട വീടാണെന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. അത്ര ചൂടാണ് കേട്ടോ അടുക്കളുടെ അവിടെ നിന്ന് കഴിഞ്ഞാൽ. കാരണം മരങ്ങളില്ലല്ലോ, അതുകൊണ്ട് ഭയങ്കര ചൂടാട്ടോ. അങ്ങനെ മുറ്റടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ വെള്ളം പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. കുടത്തിലും കുപ്പികളിലൊക്കെ വെള്ളം നിറച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കണം. ഫ്രിഡ്ജിലാണ് എല്ലാവരും തണുത്ത വെള്ളമല്ലേ കുടിക്കുക. അപ്പോൾ ഒരു 10-20 കുപ്പികളുണ്ട്, അതൊക്കെ നിറച്ചുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ, ഞാൻ മൊത്തത്തിൽ പുറം പണി എടുക്കുക. അടുക്കള പണികൾ മൊത്തം ഒരുവിധമൊക്കെ എൻ്റെ ഇളയച്ചിയാണ് കേട്ടോ എടുക്കൽ. അങ്ങനെ വെള്ളം പിടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തിണ്ടൊക്കെ അടിച്ച് കഴുകാൻ വേണ്ടി നിന്നു. ഇവിടെ തുടക്കാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ നായ്ക്കൾ കയറി ഇറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ മൊത്തത്തിൽ തന്നെ അടിച്ച് വാരി എടുക്കുകയാണ് കേട്ടോ, അടിച്ച് വാരി കഴുകുക. അപ്പോൾ അനിയൻ്റെ കുട്ടി അവിടെ നിന്നിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഓനോടാണ് ഞാൻ അങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടോ. അവനക്ക് 1 വയസ്സാവണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവനവിടെ അടുക്കളുടെ അവിടെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ എന്നെ കണ്ടിട്ട് ഓരോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടിച്ചു വാരലും തിണ്ടങ്ങടെ അടിച്ചു വാരി കഴുകി വൃത്തിയാക്കിയ ശേഷം പിന്നെ ഞാൻ നേരെ തിരുമ്പാൻ വേണ്ടി ഇറങ്ങി. തിരുമ്പൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഉച്ചയാവണ പൊരി വെയിലത്ത് നിന്ന് തിരുമ്പണമല്ലോ. അപ്പോൾ രാവിലെ ഞാൻ തിരുമ്പൽ ഇവിടെ വന്നിട്ടുള്ള ശീലമാണ്, നേരത്തെ തിരുമ്പി അതങ്ങോട്ട് ശീലമായിട്ടോ. അപ്പോൾ ഞാൻ വേഗം തിരുമ്പാനുള്ള തുണികളൊക്കെ തിരുമ്പിയിടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടി കരയണു, താത്ത ഒന്ന് പിടിക്ക് കുട്ടീനെ എന്ന് പറഞ്ഞിട്ട് അവൾ കുട്ടീനെ കൊടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെയും കൂടെ ഞാൻ വെറുതെ ഇങ്ങനെ തൊടി കൂടെ ഒക്കെ ഒന്ന് വെറുതെ നടന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് തിരുമ്പാൻ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. ഒന്നിപ്പോൾ കുറച്ചധികം തിരുമ്പാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ മക്കളൊക്കെ ഇവിടെ ചായയുടെയൊക്കെ കഴിഞ്ഞ് അവരിതാ എന്തോ മണ്ണുകൊണ്ട് എന്തൊക്കെയാണ് ഇവിടെ ഇരുന്ന് കളിക്കണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള കളികളൊക്കെ കേട്ടോ, മണ്ണ് വാരിയിട്ടും അങ്ങനെയുള്ള കളികളൊക്കെയാണ്. എന്തേലൊക്കെ ആവട്ടെ, അവിടെ എന്ന് പറഞ്ഞാൽ വെറും ഫോണുമ്പോൾ കളിച്ചിരിക്കല്ലേ. ഇവിടെ വന്നാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിക്കട്ടെ. അവിടെ ഞാൻ പിന്നെ ഒന്നും പറയലൊന്നുമില്ല, മണ്ണിലോ എന്തിലേലൊക്കെ അത് കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാനവിടെ അപ്പുറത്ത് തുണികളൊക്കെ തോരടുന്നുണ്ട്. ഇതിൻ്റെ 2ാമത്തെ നാത്തൂൻ്റെ ചെറിയ മോനാണ് കേട്ടോ. അവൾക്ക് 2 ആൺകുട്ടികളാണ്, ഇത് 2ാമത്തെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവന് ഞങ്ങൾ വന്നിട്ടുണ്ട് പറഞ്ഞപ്പോൾ രാവിലെ തന്നെ വന്നിക്കാണ്. അവളുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്.
അപ്പുറത്തെ വീട്ടിൽ ടാങ്കി നിറഞ്ഞിട്ട് വെള്ളം ഇങ്ങനെ പോണിട്ട് ആ വീട്ടുകാരാണെങ്കിൽ അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഞാൻ സഹലാനോട് ചോദിക്കുമായിരുന്നു, എന്താ സഹല വീട്ടിൽ ആളില്ലേന്ന് ചോദിക്കാനിത്ര. വെള്ളം ഇങ്ങനെ നിറഞ്ഞിട്ട് ഞാൻ തിരുമ്പാൻ നിൽക്കുമ്പോൾ തുടങ്ങിയ പോവലാണ്, ഇതുവരെ ആരും ഓഫാക്കണില്ല. അപ്പോൾ അതിങ്ങനെ പറയായിരുന്നു കേട്ടോ ഞാൻ അവളോട്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ വീട്ടുകാർ വിളിച്ച് പറഞ്ഞിട്ട് അത് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ അവൾ പുട്ടാണ് ഉണ്ടാക്കണത് കേട്ടോ. പുട്ടും അതുപോലെ എന്താ കടലക്കറിയാണ് തോന്നുന്നു. വീഡിയോ ആദ്യം എടുത്ത് വെച്ച കാരണം ഒന്നും ഓർമ്മയില്ല. അപ്പോൾ ഞാൻ വേഗം ചാടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അവരൊക്കെ കഴിക്കുമ്പോൾ കുറേ നേരമാകും. എനിക്ക് ഈ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുന്നതുകൊണ്ട് ഭയങ്കര വയറ് കാഴ്ച. അപ്പോൾ ഞാൻ വേഗം ചായ എടുത്ത് കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. കടലക്കറിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഈ ചായയും കടിയൊക്കെ എടുത്തിട്ട് ഞാൻ എവിടെ പോയിരിക്കാമെന്നറിയാം. കടലക്കറി ഇല്ലല്ലോ, ചിക്കൻ കറിയാണല്ലോ അതില്ലേ. സോറി, ഈ കണ്ടപ്പോഴൊക്കെ ഓർമ്മ വന്നത് ചിക്കൻ കറി ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ ഞാനത് ഇപ്പോൾ കാണിച്ചു തന്നില്ലേ, അവിടെ ആ ഒരു ഹോളിൽ താഴ്ത്തിരുന്നിട്ടാട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൽ. എപ്പോൾ എന്ത് കഴിക്കുകയാണെങ്കിലും ആ ഒരു ഹോളിൽ ഇരുന്നിട്ടാണ് കഴിക്കുക. അപ്പോൾ അവിടെയാണെങ്കിൽ മക്കൾ ബെഡിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ ഫുള്ളായിട്ട് കാണിക്കാത്തിട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ചാഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ആ ചോറിന് അരിയിടാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തീ കത്തിക്കലും ഞാനാണ്. തീ കത്തിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ദേഷ്യമുള്ള കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് തീ കത്തിക്കലും. കാരണം ചോറ് നമ്മൾ എന്താ പറയുക അടുപ്പത്താണ് വെക്കുക കേട്ടോ. ബാക്കി കറിയും കാര്യങ്ങളൊക്കെ ഗ്യാസുമ്മേണ് കേട്ടോ വെക്കുക. അപ്പോൾ അവൾ കൂട്ടാനൊക്കെ വെക്കാറ്. അപ്പോൾ ഞാൻ വേഗം എന്നാൽ ചോറിന് അരിയിടട്ടെ, എന്നാൽ അത് അവിടെ കടന്ന് വേവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോറിനൊക്കെ അരിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ അടിച്ചു വാരി തുടക്കാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ ഒരു പഴയ വീടാണ് കേട്ടോ. 26 വർഷം എന്തോ മേലെ പഴക്കമുണ്ട് തോന്നുന്നു എൻ്റെ ഒരു അറിവിൽ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ 17 കൊല്ലമായി, 26 പോരാന്ന് തോന്നുന്നു കേട്ടോ. നല്ല പഴയ വീടാണ് കേട്ടോ നമ്മുടെ വീട്. അങ്ങനെ കടന്നവരൊക്കെ എണീച്ചപ്പോൾ ഞാൻ അവിടെ അടിച്ചുവാരി വൃത്തിയാക്കാൻ വേണ്ടി നിന്നതാണ് കേട്ടോ. എല്ലാവരും ഹോളിലും കോലായ്മൊക്കെ ആയിട്ടാണ് കടന്നിരുന്നത്. ഞാൻ ആ റൂമിലാട്ടോ കിടക്കൽ. ഭയങ്കര ചൂടാണ് കേട്ടോ. പിന്നെ തട്ടിട്ടുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല രാത്രി ആയാൽ. ഇവിടെ മോളിലാണ് അനിയനും ഭാര്യയും കിടക്കാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ അടിച്ചാൽ കഴിഞ്ഞ് പിന്നെ തുടക്കാൻ വേണ്ടി നിന്നു. തുടക്കൽ പിന്നെ ഇക്ക് ഇവിടെ വന്നപ്പോൾ വേഗം പെട്ടെന്ന് തുടക്കലും അടിക്കലൊക്കെ കഴിഞ്ഞ പോലെ തോന്നിയിട്ട് ഞാൻ അവിടെ ഇത്തിരി തോനെ സ്ഥലമുള്ള കാരണം അടിക്കലും തുടക്കലും ചെയ്യണോണ്ട് ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് തീർന്ന പോലെ തോന്നിട്ടോ. അങ്ങനെ തുടക്കലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇളച്ചി അവിടെ നിന്ന് കൂട്ടാനും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അവളൊക്കെ കാണിച്ചു തരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അപ്പത്തിനും ചോറ് വെന്തു. അപ്പോൾ ചോറൊക്കെ ഊറ്റാൻ വേണ്ടി നിൽക്കുക. ഞങ്ങൾ ഇവിടെ കൊട്ടക്കൈലോണ്ട് തന്നെയാണ് കേട്ടോ. ഞാൻ വന്ന കാലം മുതലേ ഇവിടെ കൊട്ടക്കൈലോണ്ടാണ് ചോറ് ഊറ്റൽ. ഈ വടിച്ച് വെക്കണ പരിപാടി ഇവിടെ അല്ല. ഈ കൊട്ടക്കൈലോണ്ട് ഇങ്ങനെ വാർത്തിടലാണ് കേട്ടോ. വാർത്തിടൽ എന്ന് പറയുന്നത് ഊറ്റിടലാണ് കേട്ടോ. അത് കാരണം ഇപ്പോൾ വാർക്കാൻ എങ്ങനെയെന്ന് എനിക്കറിയില്ല കേട്ടോ, ഈ ഊറ്റിടൽ പടിഞ്ഞിട്ട്. തക്കാളി ഇട്ടിട്ടുള്ളതാ. ഇപ്പം തന്നെ കണ്ടില്ലേ കിളികളെ സൗണ്ട് എപ്പോഴും പോയിട്ടില്ല. അപ്പോൾ സമയം 12-12:30 കഴിക്കണം കേട്ടോ. എപ്പോഴും കിളികളെ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വാർക്കലൊക്കെ അല്ല ചോറ് ഊറ്റലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ മീൻകറി എൻ്റെ ഇളച്ചി വെക്കുന്നുണ്ട്. അപ്പോൾ അവളെ നേരം പോലെ കാണിച്ചു തരാനൊന്നും പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു ദിവസം ഇനി കാണിച്ചു തരാം. ഞാൻ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ മനസ്സിലാവും. അപ്പോൾ കറിയൊക്കെ അത് അവിടെ തയ്യാറായിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇളയച്ചൻ്റെ കുട്ടി കേട്ടോ, മൂത്ത കുട്ടിയാണ്. അപ്പോൾ അവന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവനോട് എന്താടാ മോനെ ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്, കളിക്കാൻ പോകാത്ത എന്താണെന്ന് ചോദിക്കട്ടെ. അവന് ഫോൺ കിട്ടിയാൽ പിന്നെ കളിക്കാനൊന്നുള്ള ഇതൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തുള്ളവർ അകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബായ്.